أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يناديهم فيقول ماذا أجبتم المرسلين. ماذا أجبتم المرسلين فعميت عليهم الأنباء يومئذ فهم لا يتساءلون. فأما من تاب وآمن وعمل صالحا فعسى أن يكون من المفلحين. وربك يخلق ما يشاء ويختار ما كان لهم الخيرة. سبحان الله وتعالى عما يشركون. وربك يعلم ما تكن صدورهم وما يعلنون. وهو الله لا إله إلا هو له الحمد في الأولى والآخرة وله الحكم وإليه ترجعون. പരലോകത്ത് വരുന്ന സംഭവത്തെപ്പറ്റിയാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞു വന്നതും അത് തന്നെയാണ്. നമ്മൾ അള്ളാഹുവിന് പുറമെ എത്ര വലിയവരെ, പ്രവാചകന്മാരാവട്ടെ മഹാന്മാരാകട്ടെ, ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് അള്ളാഹു സ്വീകരിക്കുക ഇല്ലെന്ന് മാത്രമല്ല, ആ പ്രാർത്ഥിക്കപ്പെട്ട ആളെയും പ്രാർത്ഥിച്ചവരെയും അള്ളാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞിരുന്നോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ കൈയൊഴിയുന്ന ഒരു സന്ദർഭമുണ്ടാകും എന്നിങ്ങനെയുള്ള കാര്യമാണ്. തബറഅന ഇലൈക മാ കാനൂ ഇയ്യാനാ യഅ്ബുദൂൻ. ഞങ്ങളിതാ നിന്നിലേക്ക് ഞങ്ങളുടെ നിരപരാധിത്വം ഒഴികഴിവ് പറയുന്നു, അവർ ഞങ്ങളെ ആരാധിച്ചിരുന്നില്ല. അപ്പോൾ പിന്നെ ആരാധിച്ചിരുന്ന ആളുകളോട് പറയും, നിങ്ങൾ വിളിക്ക്. ഇഹലോകത്ത് നിങ്ങൾ അവരെ വിളിച്ചിട്ടാണല്ലോ നിങ്ങളുടെ കാര്യം നേടിയിരുന്നത്, എന്നാൽ നിങ്ങൾ അവരെ വിളിക്ക്. അതാ വക്കീല ദുഉ ശുറക്കാഅക്കും, നിങ്ങളുടെ പങ്കുകാരെ നിങ്ങൾ വിളിക്കുക. ഫദഅഹും, അപ്പോൾ അവരവരെ വിളിച്ചു നോക്കും. ഫലം യസ്തജീബൂ ലഹും, അവർക്ക് ഇവർ ഉത്തരം ചെയ്യുകയില്ല. വറഔൽ അദാബ്, അവർ ശിക്ഷ കാണുകയും ചെയ്യും. ലൗ അന്നഹും കാനൂ യഹ്തദൂൻ, അവർ സന്മാർഗികളായിരുന്നെങ്കിൽ എന്ന് അവർ ഖേദിക്കും. അപ്പം നമ്മളിതിൽ കാണേണ്ടതാണ്, ഒരു ഖേദിച്ചിട്ട് എന്നാൽ ഇനി ഒന്നും ഉണ്ടാവില്ല, ഞാൻ നന്നായിക്കൊള്ളാം എന്ന് കരുതി മടങ്ങുന്ന കാലമല്ല പരലോകം. അവിടുന്ന് കൊണ്ട് മടക്കമില്ല. അപ്പോൾ ഖേദിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഏത് കാര്യത്തിലും ഒരുപാട് ന്യായങ്ങളുണ്ടാവും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ഇപ്പോൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരുപാട് തെളിവുകൾ അത് ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ടാവാം. അതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. അല്ലെങ്കിൽ പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരുപാട് തെളിവുകൾ അവർ പറയും, വ്യാഖ്യാനങ്ങളാണ്. ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും ഇല്ല എന്നത് ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്. ഇനി മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ
വീണ്ടും ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് പ്രാർത്ഥനയുണ്ടല്ലോ. നമ്മൾ പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചു, വണ്ടിയിൽ കയറുമ്പോൾ പ്രാർത്ഥിച്ചു, നമ്മളിവിടെ വന്ന് പള്ളി ഒതുവെടുക്കും ബാത്റൂമിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിച്ചു, ഒതുവെടുക്കുമ്പോൾ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു, പള്ളിയിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. ഇത് തുടങ്ങുമ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തിലാണ്, പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങിയത്. അപ്പം മനുഷ്യ ജീവിതത്തിലെ നിർബന്ധമായതും ഐച്ഛികമായതുമായ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് മാത്രമാണ്. അത് തന്നെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്നെങ്കിലും അള്ളാഹ് അല്ലാത്ത മറ്റുള്ളവരോടുള്ള പ്രാർത്ഥനയില്ല. ഇനി ഖുർആനിൽ അള്ളാഹു അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ റബ്ബന എന്നോ അല്ലാഹുമ്മ എന്നോ ആണ്. ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്ത് ആൽ ഇംറാൻ്റെ അവസാനത്തിൽ കുറേ പ്രാർത്ഥനയുണ്ടല്ലോ. റബ്ബന ഇന്നനാ സമിഅന മുനാദിയൻ യുനാദി ലിൽ ഈമാൻ. അത് റബ്ബന അല്ലെങ്കിൽ അല്ലാഹുമ്മ, അല്ലാത്തവരോടില്ല. നബിമാരുടെ പ്രാർത്ഥന നബി ഹദീസുകളിൽ രേഖപ്പെട്ട് വന്നിട്ടുണ്ട്. അതും അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പുള്ള കാര്യം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നതാണ്. അപ്പോൾ പിന്നെ ഉറപ്പില്ലാതെ വ്യാഖ്യാനിച്ചും വളച്ചൊടിച്ചും ആരെന്തൊക്കെ പറഞ്ഞാലും അത് ഖേദത്തിന് ഇടവരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ലൗ അന്നഹും കാനൂ യഹ്തദൂൻ, അവർ ഹിദായത്തിലായിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിച്ചു പോകും. ഇനി വയൗമ യുനാദീഹിം, നാദാ യുനാദി എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്ന്. വയൗമ യുനാദീഹിം, അവൻ അവരെ വിളിക്കുന്ന ദിവസം, അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും. ഫയഖൂലു, അവൻ പറയും, അള്ളാഹു പറയും, മാദാ അജബ്തും അൽ മുർസലീൻ. അജാബ എന്ന് പറഞ്ഞാൽ ഇജാബത്ത് നൽകി, ഉത്തരം നൽകി, ജവാബ് നൽകി. മാദാ അജബ്തും അൽ മുർസലീൻ, മുർസലീങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഉത്തരം നൽകിയത് എന്ന് അള്ളാഹു അവരോട് ചോദിക്കും. അതായത് നിങ്ങൾ ദൈവദൂതന്മാർ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരുന്നല്ലോ, അവർ പല കാര്യങ്ങളും നിങ്ങളോട് കൽപ്പിച്ചിരുന്നല്ലോ, വിരോധിച്ചിരുന്നല്ലോ, നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്, അവർക്ക് ഉത്തരം നൽകിയത്? ഹൽ സദ്ദഖ്തുമൂഹും, അവരെ നിങ്ങൾ സത്യപ്പെടുത്തിയോ? വത്തബഅ്തുമൂഹും, ആ മുർസലീങ്ങളെ നിങ്ങൾ പിൻപറ്റിയോ? അം കദ്ദബ്തുമൂഹും, അതല്ല നിങ്ങൾ അവരെ കളവാക്കിയോ? വഖാലഫ്തുമൂഹും, അവർക്ക് എതിര് പ്രവർത്തിച്ചോ? അത് അല്ലാഹു തആല ചോദിക്കും. ഫഅമിയതു അലൈഹിമുൽ അംബാഉ യൗമഇദിൻ, അതാണ് അന്ന് ഫഅമിയത്ത് അലൈഹിം അൽ അംബാഉ, വിവരങ്ങളെല്ലാം അവർക്ക് കാണാതെ പോകും. അമിയ എന്ന് പറഞ്ഞാൽ അന്ധമായി പോകുന്ന, അത് അഴ്മ എന്ന് പറയുന്നത് അബസവത്തൽ വല്ല അൻജാ ഔൽ അഴ്മ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ധമായി പോകും, അവർക്ക് ഒന്നും തിരിയാതെ പോകും. അൽ അംബാഉ, എല്ലാ വിവരങ്ങളും അവർക്ക് കാണാതെ പോകും. യൗമഇദിൻ, ആ ദിവസം. ഫഹും ലാ യതസാഅലൂൻ, അന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കുകയില്ല, അവർക്കൊന്നും ചോദിക്കാൻ കഴിയില്ല. ആകെക്കൂടി അവർ അന്ധമായി വെപ്രാളപ്പെട്ട് നിൽക്കും. എന്തേ മുസ്ലിങ്ങൾക്ക് ഉത്തരം നൽകിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉത്തരം നൽകിയിട്ടില്ല എന്നല്ല പറയാനുള്ളത്, അതവർ ബുദ്ധിമുട്ടും. പിന്നെ അന്ന് അമ്മാമൻ താബ, വല്ലവനും പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് അന്നല്ല, അത് മരണത്തിൻ്റെ മുമ്പാണ് പശ്ചാത്തപിക്കേണ്ടത്. ആമന, എന്നിട്ട് പശ്ചാത്തപിച്ച് മടങ്ങിയതിന് ശേഷം അവൻ ശരിക്കുള്ള വിശ്വാസം വിശ്വസിക്കുകയും ചെയ്യണം. വിശ്വസിച്ചാലും പോരാ, അമില സ്വാലിഹൻ, നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യണം. 3 കാര്യം. ചെയ്ത കാര്യങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം, വിശ്വാസിയായി മാറണം, ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതായത് ജീവിതത്തിൽ എന്തൊക്കെയാണോ വിശ്വാസത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാനുള്ളത് അതൊക്കെ സാലിഹായ കാര്യങ്ങൾ ചെയ്താൽ ഫഅസാ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ, അവൻ വിജയികളുടെ കൂട്ടത്തിൽ പെടുക തന്നെ ചെയ്യും. അസ എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്ടേക്കാം എന്നല്ല, പെടും. ഭാഷയിൽ അസ എന്ന് പറയുമ്പോൾ പെട്ടേക്കാം, അസാ അൻ യഹ്ലുറ, അവൻ വന്നേക്കാം എന്നാണ് ഭാഷയിൽ പറയാം. പക്ഷെ ഖുർആനിൽ അസ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പറയുന്ന ഒരു പദപ്രയോഗമാണ്. അതുകൊണ്ട് ഫഅസാ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ,
പശ്ചാത്തപിക്കുക, വിശ്വാസിയായി മാറുക, വിശ്വാസത്തിനനുസരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഈ 3 കാര്യം അത്രയും നമുക്കുള്ളൂ, അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ, കൂടുതലൊന്നുമില്ല. ഒന്ന്, നമ്മൾ ചെയ്തു പോയ തെറ്റിന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുക, ഇനി ചെയ്യൂല എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങുക. പിന്നെ എന്താണോ വിശ്വാസത്തിൻ്റെ താല്പര്യം അതനുസരിച്ച് ജീവിക്കുക, കഴിയുന്ന മാതിരി. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിയുന്ന മാതിരി വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെയായാൽ ഫഅസാ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ, അവൻ വിജയികളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. പിന്നെ അതിൽ കഠിനമായ ഒരുപാട് അമൽ ചെയ്തു, അതിശക്തമായ വിശ്വാസം ഉൾക്കൊണ്ടു, അതിനൊക്കെ ആകുമ്പോൾ ആ വിജയികളുടെ കൂട്ടത്തിൽ അവരുടെ ഏറ്റക്കുറവുണ്ടാകും. അതാണല്ലോ അമ്പിയാക്കന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞത് അതാണ്. ഇനി അള്ളാഹു പറയാണ് നമ്മളോട്, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അള്ളാഹുവിൻ്റെ ഖലാ ഖദർ അത് നമ്മൾ അംഗീകരിക്കണം. വറബ്ബുക, നിന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവൻ, അതാണ് റബ്ബ്. റബ്ബ എന്ന് പറഞ്ഞാൽ പോറ്റി വളർത്തിയത്. നിന്നെ പോറ്റി വളർത്തുന്നവൻ ആരോ അവൻ, അതായത് നിന്റെ രക്ഷിതാവ്, നിന്റെ നാഥൻ. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ ഇവിടെ ഉണ്ടാക്കുന്നു. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുമൊക്കെ അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും സുഖങ്ങളും ദുഃഖങ്ങളും, അതുപോലെ ദുഃഖങ്ങൾക്ക് ശേഷം സുഖങ്ങളും സന്തോഷങ്ങളും, മക്കളും കുടുംബങ്ങളും, നമുക്ക് തൊഴിലും ജോലിയും സൗകര്യങ്ങളും, ഇതൊക്കെ ഉണ്ടാക്കിത്തരുന്നവൻ അള്ളാഹ് മാത്രമാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിച്ചതിനെ അവൻ ഉണ്ടാക്കുന്നു. ഈ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഓരോന്നും ഖൽഖ് തന്നെയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടി തന്നെയാണ്. അള്ളാഹുവാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ ഉണ്ടാക്കിത്തരുന്നു. വയഖ്താർ, അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. നല്ലതേതാണോ അത് അള്ളാഹു താല നമുക്ക് തിരഞ്ഞെടുത്ത് തരുന്നു. നിങ്ങൾ ഇന്നത് ചെയ്തോളി. അള്ളാഹു അവൻ ഉദ്ദേശിച്ച പലതിനെയും, കള്ളും കഞ്ചാവും തോന്നിവാസങ്ങളും ഒക്കെ അള്ളാഹ് തന്നെയാണ് സൃഷ്ടിച്ചത് ഭൂമിയിൽ. അതൊന്നും വേറെ ആരുമില്ല. ഇവിടെ തിന്മകളും നന്മകളും വൽ ഖദറു ഖൈറുഹു വ ശർറുഹു മിനല്ലാഹി തആല, ഒക്കെ അള്ളാഹുവിങ്കൽ നിന്നാണ്. പക്ഷേ അള്ളാഹു നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് അള്ളാഹു നമുക്ക് തിരഞ്ഞെടുത്ത് തരുന്നു. അത് നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ പഠിച്ചോൻ എന്താണോ ഖൈറ് നിശ്ചയിക്കുന്നതും ഷർറ് നിശ്ചയിക്കുന്നതുമെല്ലാം അള്ളാഹ് തന്നെയാണ്. അള്ളാഹു നമുക്ക് തിരഞ്ഞെടുത്ത് നൽകുന്നത് നിങ്ങൾ വിശ്വസിക്കണം, പശ്ചാത്തപിക്കണം, നല്ല നിലക്ക് ജീവിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഖൈറ് കിട്ടും. അപ്പോൾ ആ ഖൈറാണ് അള്ളാഹു നമുക്ക് തിരഞ്ഞെടുത്ത് തരുന്നത്. അത് റബ്ബാണ്. നമ്മൾ ഖൈറും ഷെറും തിരഞ്ഞെടുക്കാൻ പാടില്ല. നമ്മൾ തോന്നിയതനുസരിച്ച് നമുക്ക് ഇതാണ് ഇപ്പം നല്ലത്, എനിക്ക് ഖൈർ ഇതാണ്, അങ്ങനെ തിരഞ്ഞെടുക്കാൻ പാടില്ല. അള്ളാഹു എന്താണോ നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടിയുള്ള കൽപ്പന വന്നപ്പോൾ സഹാബിമാരിൽ പലർക്കും പ്രയാസം തോന്നി. യുദ്ധം ചെയ്യാൻ മാത്രമുള്ള ശേഷി അവർക്കില്ല, സൗകര്യങ്ങളില്ല. ശത്രുവാണെങ്കിൽ വലിയ തോതിൽ അവരെ ഇരട്ടിയും അതിലധികവും ശത്രു സംഘടിച്ച് ശക്തിപ്പെട്ടു വന്നതുമാണ്. അപ്പോൾ എങ്ങനെ ഇനി അവരോട് ഏറ്റുമുട്ടാം? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഏറ്റുമുട്ടുക തന്നെ വേണം. കാരണം നിങ്ങൾ ആക്രമിക്കാൻ വരികയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ മിണ്ടാതിരുന്നാൽ നിങ്ങൾ കൊല്ലപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ ആക്രമിക്കണം, നിങ്ങൾ തിരിച്ചടിക്കണം. ആ സമയത്ത് അള്ളാഹ് പറയുന്നുണ്ട്, അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. ഒരു കാര്യം നിങ്ങൾക്ക് വെറുപ്പായിരിക്കാം, അത് വേണ്ട, എനിക്കത് ഖൈറല്ല, അങ്ങനെ നിങ്ങളുടെ ചോയ്സിൽപ്പെട്ടതല്ല അത്. അതാ അള്ളയാണ് യഖ്താറു തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കും, ഇപ്പം നമുക്ക് ഒരു ഏറ്റുമുട്ടലൊന്നും വേണ്ട, നമുക്ക് വെറുപ്പാണ് അതിനോട്. അള്ളാഹു പറയാം, ഓ ഖൈറുൽ ലക്കും, നിങ്ങൾക്കത് ഖൈറായി മാറും. കാരണം അള്ളയാണ് കാര്യങ്ങൾ സൃഷ്ടിക്കുന്നവൻ. വാസാൻ തുഹിബ്ബു ഷൈഅൻ, ചിലപ്പോൾ നിങ്ങളൊരു വസ്തുവിനെ ഇഷ്ടപ്പെടും, പക്ഷേ അത് നിങ്ങൾക്ക് ശർറായിരിക്കും. അപ്പം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ശരിയും തെറ്റും തീരുമാനിക്കലല്ല വേണ്ടത്. നമുക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, നഷ്ടമാണ് എന്നൊക്കെ തോന്നുന്നത് നമ്മൾ ചെയ്താൽ അള്ളാഹു നമുക്ക് ഖൈറായിട്ട് ഭവിക്കും. നമ്മൾ വലിയ സംഖ്യ സക്കാത്ത് കൊടുക്കുമ്പോൾ
നമുക്ക് വലിയ നഷ്ടമാണ് എന്ന് തോന്നും. പക്ഷേ അത് അതിൻ്റെ ഇരട്ടിയായി നമുക്ക് ഖൈറായി മാറും. അതേ അവസരത്തിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് തോന്നും, പക്ഷേ അത് നമുക്ക് ദോഷമായി മാറുകയും ചെയ്യും. വറബ്ബുക യഖ്ലുഖു മാ യശാ, നിൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കുന്നു. വയഖ്താർ, അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഏതാണോ വേണ്ടത്, ഏതാണ് കാര്യങ്ങൾ എന്നൊക്കെ എല്ലാത്തിനെയും അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അത് അള്ളാഹു മാത്രമാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നവൻ. പിന്നെ മാ കാന ലഹും അൽ ഖിയറത്തു, അവർക്കില്ല, ലഹും എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇല്ല തന്നെ അൽ ഖിയറത്തു, തിരഞ്ഞെടുപ്പിൻ്റെ അധികാരം, ചോയ്സ്. ഖിയറത്ത് എന്ന് പറഞ്ഞാൽ നന്മ തിരഞ്ഞെടുക്കാനുള്ള അധികാരം അള്ളാഹുവിനല്ലാതെ, റബ്ബാണ് അതൊക്കെ നന്മയും തിന്മയും ഉണ്ടാക്കുന്നത്, തിരഞ്ഞെടുത്ത് തരുന്നതും അള്ളാഹ് തന്നെയാണ്. തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്കില്ല. നമുക്ക് എത്രയേ ഉള്ളൂ, ആമന്ന വസല്ലംന, അള്ളാഹും റസൂലും പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചു, അത് അംഗീകരിച്ചു. വയഖുലൂന ആമന്ന ബില്ലാഹി വ അത്തഅന, അള്ളാഹുവിൽ വിശ്വസിച്ചു, ഞങ്ങൾ അനുസരിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് അള്ളാഹ് പറഞ്ഞു, നിൻ്റെ പുത്രനെ നീ അറുക്കണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവർ തിരഞ്ഞെടുത്തു. എത്രയോ വെറുപ്പുള്ള കാര്യമായിരുന്നു അത്, മകനെ ബലിയെറുക്കുക എന്നുള്ളത്. പക്ഷേ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുത്രനോട് പറഞ്ഞു, പുത്രൻ അത് അംഗീകരിച്ചു. രണ്ടുപേരും കൂടി ബലികർമ്മത്തിന് വേണ്ടി തയ്യാറായി കിടത്തി, കയ്യും കാലും കെട്ടി കിടത്തി. അള്ളാഹ് പറഞ്ഞു വേണ്ട, അള്ളാഹ് തിരഞ്ഞെടുത്തു അത് വേണ്ട, ബലികർമ്മം നടത്തുക. ആ ബലികർമ്മം അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് കോടാനുകോടി ജനങ്ങൾക്ക് ഭക്ഷണമായും ധർമ്മമായും നമുക്കത് കൊടുക്കുന്ന, അറുത്തു കൊടുക്കുന്നവർക്ക് സദഖയുടെ കൂലിയായും, അതിൻ്റെ മാംസം കിട്ടുന്നവർക്ക് ധർമ്മമായിട്ടും ഭക്ഷണമായിട്ടും ലോകത്ത് ആ ഒരു ഖൈറ് നിലനിൽക്കുകയാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു തന്ന ഖൈറ് നമ്മൾ അംഗീകരിച്ചാൽ അത് നമുക്ക് നല്ലതായി ഭവിക്കും. പിന്നെ മാ കാന ലഹുമുൽ ഖിയറത്തു, അവർക്ക് സ്വന്തമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. ഒരു കാര്യത്തിലും ഇന്നത് വേണം എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അതാണ് ഇന്നമാ അമ്രുഹു ഇതാ ഖലാ, ഇന്നമാ ഇതാ ഖലല്ലാഹു റസൂലുഹു അംറൻ മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇതാ ഖലല്ലാഹു റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ മുഅ്മിനിനോ മുഅ്മിനത്തിനോ അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ച് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖിയറത്ത് എന്ന് പറഞ്ഞാൽ ചോയ്സ്, അവരുടെ കാര്യത്തിൽ പിന്നെ ഒരു ചോയ്സ് അവർക്കില്ല. പിന്നെ അള്ളാഹ് സ്വീകരിച്ചത് എന്താണോ, തിരഞ്ഞെടുത്തത് എന്താണോ അത് തിരഞ്ഞെടുത്ത് അത് അംഗീകരിക്കാനേ നിവൃത്തിയുള്ളൂ. അതാണ് സുബ്ഹാനല്ലാഹ്, അള്ളാഹു വിശുദ്ധനാണ്. വ തആല, അവൻ അത്യുന്നതനുമാണ്. അമ്മാ കാനൂ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ ഉന്നതനാണ്. അവർ പങ്കു ചേർക്കുന്നത്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് മനുഷ്യന്മാരെയാണ്. പല ആളുകളും പങ്കു ചേർക്കുന്നത് മനുഷ്യന്മാരെയാണ്. മലക്കുകളാണ് അവർ പങ്കു ചേർക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതന്മാർ. ആ മലക്കുകളെക്കാളും എത്രയോ ഉന്നതനാണ് അള്ളാഹു തആല. പിന്നെ അമ്പിയാക്കന്മാരെയാണ് അവർ പങ്കു ചേർക്കുന്നത്, ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവത്തിൻ്റെ അവതാരമാണെന്നൊക്കെ പറഞ്ഞ്. ആ അമ്പിയാക്കന്മാരെക്കാളും അവരെ അയച്ച റബ്ബാണല്ലോ ഉന്നതൻ. ഇനി പിന്നെ പങ്കു ചേർക്കുന്നത് അമ്പിയാക്കന്മാരെക്കാളും താഴെ ഉള്ള മഹാന്മാരെയും നല്ലവരായ ആളുകളെയും പിന്നെയും അതിൻ്റെയും താഴെക്കടയിലുള്ള ആളുകളെയും അവരോടൊക്കെ വിളിച്ചാൽ രക്ഷ കിട്ടും എന്ന വിശ്വാസമാണ്. ഇതിനേക്കാളെല്ലാം എത്രയോ വതആല, അള്ളാഹു ഉന്നതനായിരിക്കുന്നു. അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന്. വറബ്ബുക യഅലമു മാ തുകിന്നു സുദൂറുഹും വമാ യുഅ്ലിനൂൻ. വറബ്ബുക യഅലമു, നിന്റെ രക്ഷിതാവ് അറിയുന്നു, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എപ്പോഴും അറിയുന്നുണ്ട് നിന്റെ രക്ഷിതാവ്. എന്ത്? മാ തുകിന്നു സുദൂറുഹും, അവരുടെ ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതിനെയെല്ലാം. അതാണ് ആലിമുൽ ഗൈബ്. അള്ളാഹു അദൃശ്യകാര്യങ്ങൾ അറിയുന്നതാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് അറിയാൻ
ഒരാൾക്ക് അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അമ്പിയാക്കന്മാർക്ക് പോലും ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും മനുഷ്യന്മാർ വിചാരിക്കുന്നു ഞങ്ങളവിടെ എത്തുമ്പോൾ ആ ഷെയ്ഖിന് ഞങ്ങളെപ്പറ്റി അറിയാം, ആ തങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി അറിയാം, ബീവിക്കറിയാം. അതിന് നമ്മളെ മനസ്സിലുള്ളത് അറിയാൻ അവർക്ക് കഴിയുമെന്ന് മനുഷ്യന്മാർ, എന്തൊരു അബദ്ധമാണ് മനുഷ്യൻ്റെ വിശ്വാസം. അള്ളാഹുവിൻ്റെ റസൂലുമാർക്ക് പോലും മനുഷ്യന്മാരുടെ മനസ്സിലുള്ളത് മറച്ചു വെച്ചത് അറിയാൻ കഴിയില്ലല്ലോ. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മടിയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയതാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സഹോദരങ്ങൾ, യാക്കൂബിൻ്റെ മക്കൾ. എന്നിട്ട് കിണറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു വ്യാജമായ ഒരു കുപ്പായം കൊണ്ടുവന്ന് മകനെ നമ്മുടെ സഹോദരനായ ഞങ്ങളുടെ സഹോദരൻ യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അല്ല എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞില്ല. അവർക്കറിയില്ല. മാ തുക്കിന്നു സുദൂറുഹും, മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നതിനെ യാക്കൂബ് നബിക്ക് അറിഞ്ഞില്ല, ഇബ്രാഹിം നബിക്ക് അറിഞ്ഞില്ല. രണ്ടാളുകൾ വന്നപ്പോൾ അത് മലക്കുകളാണ് എന്ന് ഇബ്രാഹിം നബിക്ക് അറിയാതെ പോയി, ലൂത്ത് നബി അലൈഹി സ്വലാമിന് അറിയാതെ പോയി. എല്ലാ നബിമാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും മറ്റുള്ളവർ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ നിൻ്റെ റബ്ബിനെ അറിയുള്ളൂ. എത്രയോ മാസത്തിലേറെ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും നബിയുടെ ഭാര്യയുടെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ ഒരു ദുരാരോപണം മദീനയിൽ പ്രചരിച്ചു. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒരു മാസത്തിലേറെക്കാലം പ്രവാചകൻ നെരിപ്പോടിൽ കഴിഞ്ഞിരുന്നു. സഹാബിമാരും അറിഞ്ഞില്ല. മനുഷ്യൻ്റെ മനസ്സിലുള്ളത് എന്താണ്, സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നിട്ടാണ് ഇപ്പം ഇവിടെയുള്ള ഈ താഴ്ന്ന മനുഷ്യന്മാർക്ക് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളതുള്ളതൊക്കെ അറിയും എന്നുള്ള വിശ്വാസം വരുന്നത്. അപ്പം അതാണ് വറബ്ബുക യഅലമു. അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ അഖീദയിലൊന്നാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. പിന്നെ മനുഷ്യരെപ്പോൾ അറിയും? അത് അമ്പിയാക്കന്മാർക്ക് അള്ളാഹു തആല വഹി നൽകുമ്പോൾ അറിയും. എന്നാൽ വഹിയില്ലാത്ത മനുഷ്യർ എത്ര ഉന്നതന്മാരായിരുന്നാലും ഗൈബ് അറിയുകയില്ല. അതുതന്നെയാണ് നമ്മളെ വിശ്വാസത്തിൻ്റെ അഖീദയുടെ ഒരു ഭാഗം തന്നെയാണ്. അതാ റബ്ബുക യഅലമു മാ തുകിന്നു സുദൂറുഹും. അവരുടെ സദർ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ് ഇവിടുത്തെ, നെഞ്ച് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നെഞ്ചുകൾ മറച്ചു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള പിന്നെ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫി സുദൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സദറുകൾക്കുള്ളിലുള്ള കൽബുകൾ, അതാണ് മാ തുകിന്നു സുദൂറുഹും. ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നത് അവനറിയും. വമാ യുഅ്ലിനൂൻ, അവർ വെളിപ്പെടുത്തുന്നതും അറിയും. നമ്മളൊക്കെ വെളിപ്പെടുത്തുന്നതേ അറിയുള്ളൂ, മറച്ചു വെക്കുന്നത് അറിയില്ല. എന്നാൽ അത് അള്ളാഹുവിന് മാത്രമാണ്. വഹുവല്ലാഹ്, അവനാണ് ആരാധ്യനായിട്ടുള്ളവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവൻ ആരാധ്യനാണ് എന്നത് മനുഷ്യരെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അള്ളാഹു ആരാധ്യനാണ്. പക്ഷേ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നാണ് അംഗീകരിക്കാത്തത്. അള്ളാഹു ആരാധ്യനാണെന്നത് കൊണ്ട് യാ അള്ളാഹ് എന്നൊക്കെ എല്ലാവരും അള്ളാഹിനെ വിളിക്കും. പക്ഷേ അള്ളാഹ് മാത്രമാണ് ആരാധ്യൻ എന്നത് അംഗീകരിക്കാത്തത് കൊണ്ട് യാ അള്ളാഹ് എന്ന് വിളിക്കുന്ന ആ വായ കൊണ്ട് തന്നെ യാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നും വിളിക്കും. അല്ലെങ്കിൽ മറ്റുള്ള ഷെയ്ഖുമാരെയും മറ്റുള്ള ആളുകളെയും വിളിക്കും. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് വഹുവല്ലാഹ്, ആരാധ്യനായിട്ടുള്ള അള്ളാഹു അവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ വേറെ ഒരു ഇലാഹും ഒരു ആരാധ്യനുമില്ല. അവൻ ആരാധ്യനാണെന്ന് മാത്രമല്ല അള്ളാഹു അല്ലാത്ത മറ്റാരാധ്യന്മാരുമില്ല. പിന്നെ ലഹു അൽ ഹംദു, അവനാണ് സർവസ്തുതിയും. ഫിൽ ഊല ഫിദ്ദുന്യ, ഇഹലോകത്തും വൽ ആഖിറ, പരലോകത്തും. ഇഹലോകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും സ്തുതി. കാരണം അള്ളാഹു ഇഹലോകത്തും സ്തുതിക്കപ്പെടാൻ അർഹനായിട്ടുള്ള പ്രവർത്തനങ്ങളെ നടത്തുള്ളൂ. നീതിയാണ് അള്ളാഹുവിൻ്റെ മുഖമുദ്ര. നീതി മാത്രമേ അള്ളാഹു തആല ചെയ്യുകയുള്ളൂ. കാരുണ്യവാനാണ് അള്ളാഹു. അതുകൊണ്ട് സൃഷ്ടികളുടെ കാര്യത്തിൽ അവരോട് കരുണ കാണിക്കുന്നു, അവരോട് നീതി കാണിക്കുന്നു, നല്ലത് മാത്രം അവരോട് അവൻ കൽപ്പിക്കുന്നു. ഇതൊക്കെ സ്തുതിക്ക് അർഹനായിട്ടുള്ള അർഹത നേടുന്ന കാര്യങ്ങളാണല്ലോ ഇഹലോകത്ത്. ഇനി
പാപികൾക്ക് ശിക്ഷ നൽകുന്നു, നന്മ ചെയ്തവർക്ക് നന്മക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നു. അവിടെ നീതി മാത്രമേ അള്ളാഹു ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നു. മനുഷ്യന്മാരുടെ നല്ല മനസ്സുണ്ടെങ്കിൽ വലിയ വലിയ നല്ല സൽക്കർമ്മങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കും എന്ന് പരലോകത്തെ കാര്യത്തിൽ നബി പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്മാർ, കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ കടം വാങ്ങിക്കൊണ്ടുപോയി എന്നിട്ട് ആ കടം കൊടുത്തു വീട്ടാൻ ദരിദ്രന്മാർക്ക് സാധിക്കാതെ വരികയും ആ കടം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത ആളുകളെ വിചാരണ ചെയ്യുമ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് പറയുമത്രേ, അള്ളാഹുവേ, ഈ മനുഷ്യന് സൽക്കർമ്മങ്ങളായിട്ട് ഒന്നും ഇല്ല, അയാളുടെ ജീവിതത്തിൽ ഒരു അമലു സാലിഹാത്ത് വെച്ചിട്ട് കാര്യമായിട്ടൊന്നുമില്ല, കുറേ തെറ്റുകളേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വിട്ടുകൊടുത്തിരുന്നു. ആ സമ്പത്ത് ദരിദ്രന്മാർക്ക് സഹായകമായി അവർക്ക് കൊടുക്കാനുള്ള കാര്യം വിട്ടുകൊടുത്തിരുന്നു. അപ്പോൾ അള്ളാഹു പറയും, എൻ്റെ അടിമകൾക്ക് വിട്ടുവീഴ്ച ചെയ്തവരോട് ഞാനും വിട്ടുവീഴ്ച ചെയ്യുന്നു. അവൻ്റെ പാപങ്ങളൊക്കെ നാണ്ട് വിട്ടുവീഴ്ച ചെയ്ത ആളെന്ന് പുറത്തു കൊടുക്കാം, അവനെ സ്വർഗത്തിലാക്കണം. അപ്പം മനുഷ്യൻ്റെ ചില വലിയ വലിയ കർമ്മങ്ങൾ, മനുഷ്യന് ഗുണകരമായി സഹായകമായിട്ടുള്ള വലിയ കർമ്മങ്ങൾ നമ്മുടെ ഒരുപാട് തെറ്റിൽ നിന്ന് നമ്മളെ അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തിട്ട് നമുക്ക് വലിയ പുണ്യം നൽകും. അതിനനുസരിച്ചുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യാൻ, മറ്റുള്ളവർക്കുള്ള സേവനങ്ങളും സഹായങ്ങളും ദാനങ്ങളും ധർമ്മങ്ങളും മനുഷ്യരോടുള്ള നല്ല വാക്കുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എത്ര പാപമുണ്ടെങ്കിൽ പോലും അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യും. പിന്നെ ആത്മാർത്ഥമായ അമലുകൾ ചെയ്താൽ പാപങ്ങളിൽ നിന്ന് നമുക്ക് അല്ലാഹു ഇളവ് തരും. അവിടൊക്കെ എന്താണ്? നീതിയാണ്. അതാണ് അല്ലാഹു ഇഹലോകത്താവട്ടെ പരലോകത്താവട്ടെ സ്തുതിക്കപ്പെട്ടവനാണ്. വലഹുൽ ഹംദു, അവനുള്ളതാണ് സർവസ്തുതിയും. ഫിൽ ഊല, ഇഹലോകത്തും, വഫിൽ വൽ ആഖിറ, പരലോകത്തും. വലഹുൽ ഹുക്മു, അവനാണ് അധികാരവും അവനുള്ളതാണ്. വ ഇലൈഹി തുർജഊൻ, അവങ്കലേക്കാണ് നിങ്ങളെല്ലാം മടക്കപ്പെടുന്നത്. അള്ളാഹുവിനെ കണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ കഴിവുകളും ബോധ്യപ്പെടുത്തി തരികയാണ്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാ അഫലാ തസ്മഊൻ. ഖുൽ, നബിയെ അവരോട് പറഞ്ഞു കൊടുക്കുക, അവരോട് പറയുക, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ, രാത്രിയെ അല്ലാഹു തആല നിങ്ങളുടെ മേൽ സർമദൻ, അത് നിരന്തരമാക്കി മാറ്റുകയാണെങ്കിൽ, സർമദ് എന്ന് പറഞ്ഞാൽ എന്നെന്നും എപ്പോഴും രാത്രിയാക്കി മാറ്റുകയാണെങ്കിൽ അതാണ് സർമദ്. സർമദൻ എന്ന് പറഞ്ഞാൽ കലാകാലവും. ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ, രാത്രിയെ ഒരു നിത്യവും അവശേഷിക്കുന്നതാക്കി മാറ്റുകയാണെങ്കിൽ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ, ഖിയാമം വരെ ഇനി രാത്രി മാത്രമേ ഉള്ളൂ, സൂര്യൻ ഉദിക്കുന്നില്ല എന്നാണെങ്കിൽ, മൻ ഇലാഹുൻ, ഏതൊരു ഇലാഹാണ്, ഗൈറുല്ലാ, അല്ലാഹയല്ലാതെ, യഅതീകും ബിളിയാഇൻ, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടു തരാനുള്ളത്. അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കണില്ലേ? കേട്ടില്ലേ ഈ പറയുന്നത്? ആരാണ്? എന്നും രാത്രിയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് വെളിച്ചം തരാനുള്ളത്? ഖുൽ, പറയുക, അറഅയ്തും, നിങ്ങൾ പറഞ്ഞു തരൂ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ലേ? രണ്ടർത്ഥം അതിനുണ്ട്. അറഅയ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തരീന്നർത്ഥം. ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ, പകലിനെ അല്ലാഹു തആല നിത്യമാക്കി നിലനിർത്തിയെങ്കിൽ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ, ഖിയാമം വരെ രാത്രിയാവുന്നില്ല, പകലോട് പകല്. അങ്ങനെയാണെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ, അല്ലാഹയല്ലാതെ നിങ്ങൾക്ക് രാത്രി കൊണ്ടുവന്നു തരുന്നവൻ ആരാണ്? തസ്കുനൂന ഫീഹി, നിങ്ങൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ശാന്തി അടയാൻ. സക്കന എന്ന് പറഞ്ഞാൽ ശാന്തി അടഞ്ഞു എന്ന്. തസ്കുനൂന ഫീഹി, നിങ്ങൾക്ക് ശാന്തി അടയാനുള്ള, സമാധാനമടയാനുള്ള രാത്രി ആരാണ് കൊണ്ടുവരുന്നത്?
അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ മനുഷ്യന്മാരോട് നമുക്കൊക്കെ ഒരു രാത്രി കുറച്ച് നീണ്ടാൽ നേരം വെളുക്കണം, ചിലപ്പോൾ രാത്രി കുറേ ദീർഘമായ രാത്രിയാവും, 14 മണിക്കൂർ രാത്രിയാവും. നമുക്കാണെങ്കിൽ പകലൊരുപാട് മണിക്കൂർ ആവശ്യമുണ്ട്. എന്നാൽ രാത്രി നമുക്ക് പകലാക്കാൻ പറ്റില്ല. പകലൊരു പക്ഷേ നീണ്ട് 14 മണിക്കൂറിലേറെ പകലാകുന്ന സമയങ്ങളുണ്ട്. അതൊന്ന് വേഗമാക്കി കിട്ടാൻ, രാത്രിയാക്കാൻ നമുക്ക് കഴിയുമല്ലോ. അതൊക്കെ പടച്ചവൻ്റെ ഈ സൃഷ്ടിപ്പിലുണ്ടാവുന്നതാണ്. അതിൽ മാറ്റം വരുത്താൻ അള്ളാഹ്ക്കല്ലാതെ കഴിയുകയില്ല. നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ഒമിൻ റഹ്മത്തിഹി, അവൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് ജഅല ലക്കുമുൽ ലൈല വന്നഹാർ, നിങ്ങൾക്ക് ലൈലും നഹാറും സൃഷ്ടിച്ചു തന്നു എന്നത്. ജഅല എന്ന് പറഞ്ഞാൽ ഖലഖ എന്നും ആക്കി എന്നും അർത്ഥമുണ്ട്. അപ്പം ജഅല ലക്കുമുൽ ലൈല വന്നഹാർ, നിങ്ങൾക്ക് രാത്രിയെയും പകലിനെയും നിങ്ങൾക്ക് അവൻ സൃഷ്ടിച്ചു തന്നു. എന്തിന്? ലിതസ്കുനൂ ഫീഹി, അതിൽ നിങ്ങൾക്ക് സമാധാനമടയാൻ, രാത്രിയിൽ സമാധാനമടയാനും, വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം തേടിക്കൊണ്ട് നടക്കാനും. പകൽ സമയം അള്ളാഹിൻ്റെ ഫദ്ല്, എന്തെങ്കിലും ജോലി ചെയ്ത് അവിടെ പോയി ഇവിടെ പോയി അള്ളാഹുവിൻ്റെ ഫദ്ല്, വൈകുന്നേരം വരെ ഭക്ഷണത്തിനുള്ള അല്ലെങ്കിൽ കുട്ടികളെ പോറ്റാനുള്ള ജീവിത മാർഗം, അതാണ് ഫദ്ല്, അള്ളാഹുവിൻ്റെ ഫദ്ല്. അത് തേടിക്കൊണ്ട് നടക്കാൻ പകലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ വിഷമങ്ങളും അകറ്റി സുഖമായി കിടന്നുറങ്ങാനുള്ള രാത്രിയും അള്ളാഹു നിങ്ങൾക്ക് നൽകി. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയും. ഇതിൽ കൂടിയൊക്കെ ഉള്ളൊരു സൂചന എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാത്രിയൊക്കെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, രാത്രിയായി കഴിഞ്ഞാൽ വേഗം ഉറങ്ങിയിരുന്നു എന്നാണ്. കാരണം രാത്രി സമാധാനത്തിനുള്ളതാണ്. മനുഷ്യൻ്റെ പകൽ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി തേടിത്തണ്ടി നടക്കുന്ന മനുഷ്യർക്ക് സമാധാനം, ശരീരത്തിനും മനസ്സിനും ചിന്തകൾക്കുമൊക്കെ ഒരു ശാന്തി ലഭിക്കാനുള്ളതാണ് രാത്രി. അതുകൊണ്ട് തന്നെ കാന യക്റഹു അൽ കലാം ബഅദൽ ഇശാ, ഇശാക്ക് ശേഷം നബി സംസാരിച്ചിരിക്കുന്നത് വെറുപ്പായിരുന്നു എന്ന്. അപ്പോൾ വേഗം കിടന്നുറങ്ങാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ വേഗം കിടന്നുറങ്ങിയാൽ ഒത്തിനും പറ്റാത്ത, ഒരു പണിയില്ലാത്ത ആളാണ് വേഗം കിടന്നുറങ്ങൽ, ഒരു പണിയില്ലാന്നല്ല. അതുകൊണ്ട് ഇങ്ങനെ കുറേ ഇരിക്കും. മറ്റൊന്ന്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ രാത്രിയായി കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാൻ വേണ്ടി മനുഷ്യൻ വല്ലാതെ സമയം കളയുന്നത്. പിന്നെ ആർഭാടങ്ങളും ആഹ്ലാദങ്ങളും തീറ്റയും കുടിയൊക്കെ രാത്രി ശരിക്കും ജീവിതാണ്ട് ഉൾട്ടയായി മാറിയിരിക്കുകയാണ്. പകലവിടെയും പൊടിയൊക്കെ ആയിട്ട് പിന്നെ ഒരു 12 മണിക്കാണ് ഹോട്ടലിലും ഫാസ്റ്റ് ഫുഡിലും ജനങ്ങളാകെ തിങ്ങിക്കൂടി അങ്ങാടികൾ തിങ്ങി നിറഞ്ഞ സന്ദർഭമാണ് രാത്രി. ഇതൊന്നും ഒരു ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച ഒരു രീതിയല്ല. അറബ് രാജ്യങ്ങളിലെ എത്രയോ മുമ്പ്, കാരണം ആർഭാടങ്ങൾ വന്നു, അവിടെയാണ് പ്രശ്നം. ജീവിതത്തിലെ സുഖങ്ങളും ആർഭാടങ്ങളും വന്നപ്പോൾ അത് രാത്രി ഹയാത്താക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമായി മാറി. അപ്പം ഇന്ന് നമ്മളെ ചെറിയ പട്ടണങ്ങൾ പോലും രാത്രിയാണ് ആൾ പുറത്തിറങ്ങി തിന്നും കുള്ളലും കളിയും. ഈ ടർഫൊക്കെ വന്നതോടുകൂടി നേരം വെളുക്കോളം കളിയാണ്. അതൊരു ഭാഗത്ത്. പിന്നെ തീറ്റയും കൂടിയാണ്, പിന്നെ കളിയും തമാശകളുമാണ്, പിന്നെ സോഷ്യൽ മീഡിയ, ടിവിയും ഇതുമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളൊക്കെ തന്നെ നേരം വെക്കോളം വയലും സമ്മേളനങ്ങളാണ്. എന്നിട്ട് മര്യാദക്ക് തഹജ്ജുദ് നിസ്കരിക്കുക, അല്ലെങ്കിൽ രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ, സുബഹിക്ക് വെച്ച് പ്രാർത്ഥിക്കാനൊന്നും നേരമില്ല, കാരണം അവസാനമാകുകയാണ്. അള്ളാഹ് ഇതിൽ കൂടി സൂചിപ്പിക്കുന്നത് എന്താ? രാത്രിയും പകലും അള്ളാഹു തആല ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. പകൽ സമയത്ത് വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഫദ്ല് അന്വേഷിച്ചുകൊണ്ട്, ഇബ്തഗ എന്ന് പറഞ്ഞാൽ തേടി, അള്ളാഹുവിൻ്റെ ഫദ്ലും അന്വേഷിച്ച് നടക്കുന്ന ജീവിത ആയോധന മാർഗങ്ങളുമായി നടക്കുകയും, ലിതസ്കുനൂ ഫീ, രാത്രി ശാന്തമാവുകയും ചെയ്യണം. അതാണ് ഒരു അച്ചടക്കമുള്ള ജീവിതം. അതിനൊക്കെ കുറച്ചൊക്കെ അപവാദങ്ങൾ ഉണ്ടാവാം. ചില കാര്യങ്ങൾ നമുക്ക് കൂടി ആലോചിക്കാനും നല്ല കാര്യങ്ങൾ കേൾക്കാനൊക്കെ രാത്രി കുറച്ചൊക്കെ സമയം വേണ്ടി വരും, പകൽ സമയം കിട്ടാത്തത് കൊണ്ട്. നമ്മുടെ ജീവിത രീതി അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഒരന്ധമായ രാത്രി ഉറക്കൊഴിച്ചു കൊണ്ടുള്ള തീറ്റയും കുടിയും കളിയും തമാശയും അത് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയല്ലെന്നുള്ള ഒരു സൂചന കൂടി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് ഒമിൻ റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്
ജഅല ലക്കുമുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു, സൃഷ്ടിച്ചു തന്നു. ലിതസ്കുനൂ ഫീഹി, അതിൽ നിങ്ങൾ ശാന്തി അടയാനും, വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഫദ്ല് തേടിക്കൊണ്ടിരിക്കാനും, വലഅല്ലക്കും തഷ്കുറൂൻ, നന്ദിയുള്ളവരായി തീരാനും വേണ്ടി. ഇനി വയൗമ യുനാദീഹിം ഫയഖൂലു ഐന ശുറകാഇയ അല്ലദീന കുൻതും തസ്ഉമൂൻ. വയൗമ യുനാദീഹിം, അവരെ അവൻ വിളിക്കുന്ന ദിവസം, അതായത് മനുഷ്യരെ അള്ളാഹു വിളിക്കും, അതായത് വിളിച്ച് പറയും. എന്താണ് ഫയഖൂലു, അവൻ പറയും ഐന ശുറകാഇ, എൻ്റെ പങ്കുകാരെവിടെയാണ് എന്ന്. ശുറക്കാ എന്ന് പറഞ്ഞാൽ പങ്കുകാർ, ശരീക്ക്. ഐന ശുറക്കായി, എൻ്റെ പങ്കുകാരെവിടെയാണ്? എന്നെ മാത്രം ആരാധിക്കുന്നതിന് പകരം ഞാനല്ലാത്തവരെ നിങ്ങൾ ആരാധിച്ചിരുന്നല്ലോ, അവരെവിടെയാണ്? ഇതിങ്ങനെ കഴിഞ്ഞ 2-3 ആയത്ത് മുമ്പ് പറഞ്ഞല്ലോ, അതെന്നെ ആവർത്തിക്കാണ്. കാരണം 1,24,000-ത്തിലധികം അമ്പിയാക്കന്മാരെ അള്ളാഹു താല ഭൂമിയിലേക്ക് നിയോഗിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കരുത് എന്ന് പറയാനാണ്. എന്നിട്ടും ലോകത്ത് അവശേഷിച്ചത് ശിർക്കാണ്. അധിക മനുഷ്യന്മാരിലും ശിർക്കാണ് ലോകത്ത് അവശേഷിച്ചത്. ഇത്രയധികം അമ്പിയാക്കന്മാർ വന്നിട്ട് ഇതേ ഒരു സന്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞിട്ടും ഭൂമിയിൽ അവശേഷിച്ചതും ഭൂരിപക്ഷം മനുഷ്യന്മാരും വിശ്വസിക്കുന്നതും ശിർക്കാണ്. അതുകൊണ്ട് ആ ശിർക്കിനെ അള്ളാഹു താല ആവർത്തിച്ച് വിചാരണ ചെയ്യാണ് പരലോകത്ത്. വയൗമ യഖൂലു, അവൻ പറയുന്ന ദിവസം, ഐന യുനാദീഹിം, അവരെ വിളിക്കുന്ന ദിവസം, ഫയഖൂലു, അവൻ പറയും ഐന ശുറകാഇ, എൻ്റെ പങ്കാളികൾ എവിടെയാണ്? അല്ലദീന കുൻതും തസ്ഉമൂൻ, സഅമ എന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ടു. അല്ലദീന കുൻതും തസ്ഉമൂൻ, നിങ്ങൾ അവകാശപ്പെട്ടിരുന്ന ആ പങ്കാളികൾ. അല്ലദീന എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ. കുൻതും തസ്ഉമൂൻ, നിങ്ങൾ അവകാശപ്പെട്ടിരുന്നല്ലോ അള്ളാഹുവിൻ്റെ പങ്കാളികളാണെന്ന്. ആ പങ്കാളികൾ എവിടെയാണ്? അതായത് എൻ്റെ പങ്കാളികൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന് പങ്കാളികളില്ല, പക്ഷേ അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ടെന്ന് ഓരോ കാലഘട്ടങ്ങളിലും അവർ അവകാശപ്പെട്ടിരുന്നു. നോഹ് നബിൻ്റെ കാലത്ത് വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്റായിരുന്നു ഉണ്ടായിരുന്നത്. യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ബൈൽ എന്ന് പറഞ്ഞ പങ്കാളി ഉണ്ടായിരുന്നത്. മുഹമ്മദ് നബി, മൂസാ നബി അലൈഹി സ്വലാം വന്നപ്പോഴും പങ്കാളികൾ ഒരുപാട് വേറെ ഉണ്ടായിരുന്നു. പുതിയ പുതിയ ദൈവങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്. ഓരോ നബിമാരുടെ കാലത്തും ഖുർആനിൽ പറഞ്ഞവരും അല്ലാത്തവരുമായ ഒരുപാട് പങ്കാളികൾ ഉണ്ടായിരുന്നു. മക്കയിൽ മുഹമ്മദ് നബി വന്നപ്പോൾ 300 ചില്ലാനം ശുറക്കാകളെ അവർ നാട്ടകുത്തി വച്ചിരുന്നു കഅബത്തിന്റെ ചുറ്റും. 100 ചില്ലാനം ഉണ്ടായിരുന്നു പങ്കാളികൾ. ഇപ്പോഴോ കോടാനുകോടി പങ്കാളികളാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിട്ട് ഉള്ളത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. മുസ്ലിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കേരളത്തിലൊരു കൂട്ടരെയാണെങ്കിൽ തമിഴ്നാട് വേറെ കൂട്ടരെയാണ് ജാറം, പാകിസ്ഥാനിൽ വേറെ കൂട്ടരാണ്, സൗദി അറേബ്യയിലും ചില സ്ഥലങ്ങളിലെങ്കിലും അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇതല്ല, വേറെ വിഭാഗങ്ങളാണ്. ലോകത്തൊക്കെ തന്നെ ഓരോരുത്തരെയും വിളിച്ചു പ്രാർത്ഥിക്കുക. യാ ഹുസൈനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. ബഗ്ദാദ്, സിറിയ ഭാഗങ്ങളിൽ ഷെയ്ഖ് മൊയ്തീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഖബർ തവാഫ് ചെയ്ത് അദ്ദേഹത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. റിഫായിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈജിപ്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വലിയ ജാറമുണ്ട്. എല്ലാവരും അള്ളാഹിനേക്ക് പകരം വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരാണ് മുസ്ലിങ്ങളത്. ഈ നമ്മുടെ സഹോദര സമുദായങ്ങൾക്കുണ്ട് ഓരോ സ്ഥലത്തും ഓരോ ദൈവങ്ങളും, മനുഷ്യ ദൈവങ്ങളും മരിച്ച ദൈവങ്ങളും, അതുപോലെ ദേവന്മാരും, അതുപോലെ സൈന്റുമാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ കാലത്തും ലോകത്തൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ശുറക്കാകളെ അവർക്ക് വേണ്ടി ഇവർ അവകാശപ്പെട്ടിരുന്നു. ആ അവകാശപ്പെട്ട ഐന ശുറക്കായി, എൻ്റെ പങ്കുകാരെവിടെയാണെന്ന് അള്ളാഹു ചോദിക്കും. അല്ലദീന കുൻതും തസ്ഉമൂൻ. എന്നിട്ട് വനസഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ ഫഖുൽനാ ഹാതു ബുർഹാനക്കും. വനസഅനാ, നാം വലിച്ചു കൊണ്ടുവരും. നസഅ എന്ന് പറഞ്ഞാൽ ഒരാൾക്കൂട്ടത്തിൽ നിന്ന് കൊണ്ട് വലിച്ചു കൊണ്ടുവരുവാണ്. വനസഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ,
എല്ലാ സമുദായങ്ങളിൽ നിന്നും ഞാൻ കൊണ്ടുവരും, വലിച്ചു കൊണ്ടുവരും ഷഹീദൻ, ഒരു സാക്ഷിയെ. അതായത് അമ്പിയാക്കന്മാർ ഓരോ സമൂഹത്തിലും സാക്ഷികളുണ്ടായിരുന്നു. അതായത് അവരോട് സത്യം പറഞ്ഞു കൊടുത്തിരുന്നു എന്നും എന്നിട്ട് അവർ സ്വീകരിച്ചിട്ടില്ല എന്നുമൊക്കെ ജനങ്ങളെപ്പറ്റി പറയാൻ അമ്പിയാക്കന്മാരെ സാക്ഷികളായി അള്ളാഹു കൊണ്ടുവരും. അതാണ് വനസായിന എന്ന് പറഞ്ഞാൽ നാം കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് ഹാജരാക്കും. നസാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഊരിയെടുത്തു എന്നാണ്. അപ്പോൾ ഓരോ സമുദായത്തിലും നബിമാരുണ്ടല്ലോ. ആ സമുദായം പരലോകത്ത് ആ നബിമാരുടെ കൂടെ വിചാരണക്ക് എടുക്കുമ്പോൾ അതിലുള്ള നബീനെ കണ്ട് വലിച്ചു കൊണ്ടുവരും. എന്നിട്ടാ മിൻകുല്ലി ഉമ്മത്തിന്, ഓരോ സമുദായങ്ങളിൽ നിന്നും ഷഹീദൻ, സാക്ഷികളായി ഓരോ ഷഹീദുകളെ, സാക്ഷികളെ. ഫഖുൽന, എന്നിട്ട് നാം പറയും ഹാത്തു ബുർഹാനക്കും, നിങ്ങളുടെ തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരുവീൻ. അതായത് അമ്പിയാക്കന്മാർ നിങ്ങളോട് പറഞ്ഞിരുന്നോ? അതൊക്കെ വേറെ സ്ഥലങ്ങളിലുണ്ട്. ഏത്? ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. അയക്കപ്പെട്ട മനുഷ്യരോടും നാം ചോദിക്കും, മുർസലുകളോടും ചോദിക്കും. നിങ്ങളെ ആരാധിക്കാൻ ഇവർ പറഞ്ഞിരുന്നോ? അള്ളാഹുവിൽ പങ്കുചേർക്കാൻ നിങ്ങൾക്ക് ഇവർ ഉപദേശം നൽകിയിരുന്നോ? ഞാൻ ഇവരെ തൗഹീദ് പഠിപ്പിക്കാൻ അയച്ചത് ഈ അമ്പിയാക്കന്മാർ, എന്നിട്ട് നിങ്ങൾക്ക് തെറ്റെന്തെങ്കിലും അമ്പിയാക്കന്മാർ പറഞ്ഞു തന്നിരുന്നോ എന്നൊക്കെ സാക്ഷികളാക്കി നിർത്തി ചോദിക്കും. എന്നിട്ട് പറയും ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ഈ പ്രവാചകൻ അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ, അല്ലാത്തവരുടെ രക്ഷ കിട്ടുമെന്ന് പറയാൻ. ഹാത്തു ബുർഹാനക്കും, ബുർഹാൻ എന്ന് പറഞ്ഞാൽ തെളിവാണ്. നിങ്ങളുടെ തെളിവ് കൊണ്ടുവരുവീൻ. ഫഅലിമു, അപ്പോൾ അവർക്ക് മനസ്സിലാകും അന്നൽ ഹഖ്ഖ ലില്ലാഹ്, സത്യം അള്ളാഹുവിനുള്ളതാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുക. വളല്ല അൻഹും, അവരിൽ നിന്ന് മറഞ്ഞു പോകും. മാക്കാനു യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചിരുന്നതെല്ലാം. അപ്പോൾ ആ പരലോകത്തെ അവസ്ഥയാണ് ഈ പറയുന്നത്. ചുരുക്കം ഇത് മാത്രമാണ്. പടച്ചവനെ വിശ്വസിച്ച്, പടച്ചവനെ അംഗീകരിച്ച്, അവൻ നമുക്ക് ഇഷ്ടപ്പെട്ട് തന്നത് നമ്മൾ സ്വീകരിച്ച്, അവനോട് മാത്രം നമ്മൾ സങ്കടം പറഞ്ഞ് പ്രാർത്ഥിച്ച്, അവനിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാതെ നമ്മൾ ജീവിച്ചാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ രക്ഷയില്ല. എത്രയോ നൂറ്റാണ്ടുകളായി അമ്പിയാക്കന്മാരെ നിയോഗിച്ചു. അത്രയും നൂറ്റാണ്ടുകളിൽ അമ്പിയാക്കന്മാരുടെ അനുയായികൾ മറ്റു ശുറക്കാകളെയും അവരോധിച്ചു. അതവിടൊക്കെ അവരെയൊക്കെ വിളിച്ച് വിചാരണക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഒരു ചരിത്രമാണ് പിന്നീട് അള്ളാഹു പറയുന്നത്. ഇന്ന ഖാറൂന, നമ്മളെ സൂറത്ത് തന്നെ ഖസസാണല്ലോ ചരിത്രം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബ ഉലിൽ ഖുവ്വ. ഇന്ന ഖാറൂൻ, തീർച്ചയായും ഖാറൂൻ, കാന മിൻ ഖൗമി മൂസ, മൂസ അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൽ പെട്ടവനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പിതൃവ്യപുത്രനായിരുന്നു ഖാറൂൻ എന്നാണ് പറയുന്നത്. അതായത് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ 4 തലമുറയ്ക്ക് ഇപ്പുറത്തുള്ള ഒരാളാണ് ഖാറൂൻ. ഈജിപ്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ രക്ഷപ്പെട്ട് വന്ന കൂട്ടത്തിൽ ഒരാളാണ് ഖാറൂൻ. എല്ലാവരും വിശ്വാസികളായിരുന്നില്ലല്ലോ. നമ്മളെ സാമിരിയൊക്കെ ഉണ്ടല്ലോ, സാമിരിയൊക്കെ പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതാണല്ലോ. അവസാനം മൂസാ നബി അദ്ദേഹത്തെ ശപിച്ച്, അദ്ദേഹം ശപിക്കപ്പെട്ടവനായി മരിക്കുക ചെയ്തത്. അവർ തൽക്കാലം ബനൂ ഇസ്രായേൽ ഫിറഔൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ഒരു ഈമാന്, ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും അതൊരു ആൾക്കൂട്ട ഈമാനായിരുന്നു. പിന്നീട് അവരുടെ ഈമാൻ പരീക്ഷിക്കപ്പെട്ടത് സീനാ മരുഭൂമിയിൽ ഇക്കരെ കടന്നപ്പോഴാണ്. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഖാറൂൻ. മൂസാ നബി അലൈഹിസ്സലാമിൻ, മൂസാ നബിയും ഖാറൂൻ്റെ വാപ്പയും മൂസാ നബിയുടെ വാപ്പയും തമ്മിൽ 3 പിതാക്കന്മാർക്ക് അപ്പുറം കൂട്ടിമുട്ടുന്നുണ്ട്. മൂസാ നബിയുടെ ഇബ്നു അമ്മ്, നേരെ മൂത്താപ്പയായിരുന്നു എന്ന് പറയുന്ന ചരിത്രമുണ്ട്.
എന്നാൽ മുത്താപ്പാൻ്റെ മകനാണ് എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും അളാപ്പ മുത്താപ്പ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഖാറൂൻ. കാനമിൻ ഖൗമി മൂസ, മൂസായുടെ ഖൗമിൽപ്പെട്ട ആളായിരുന്നു ഖാറൂൻ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ ഫബഗാ അലൈഹിം, ആ സമൂഹത്തിന് അവർക്കെതിരിൽ അദ്ദേഹം അതിക്രമം കാണിച്ചു. ഖാറൂൻ നല്ല തൗറാത്ത് കൃത്യമായി അറിയുന്ന പണ്ഡിതനായിരുന്നു. കാന ആലിമം ബി തൗറാത്തി ആബിദൻ ബിൽ യഹൂദിയത്തി, തൗറാത്ത് അനുസരിച്ചുള്ള ശരീഅത്ത് ജീവിതത്തിൽ പകർത്തിയിരുന്ന വലിയ ആബിദായിരുന്നു, ആരാധന നിർവഹിച്ച നല്ല ഒരു സാലിഹായ മനുഷ്യനായിരുന്നു ഖാറൂൻ. തൗറാത്ത് നന്നായി പഠിച്ച പണ്ഡിതനായിരുന്നു ഖാറൂൻ. പക്ഷേ അദ്ദേഹത്തിന് സമ്പത്ത് കൂടിയപ്പോൾ അള്ളാഹുവിനെ മറന്നു. അത് സംഭവിച്ചു. അപ്പോൾ അള്ളാഹുവിനെ മറക്കേണ്ട മാതിരിയുള്ള സമ്പത്ത് കൂടാൻ പാടില്ല എന്ന് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാം. സമ്പത്ത് കൂടിയപ്പോഴാണ് ഖാറൂൻ പാവപ്പെട്ടവനായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ തൗറാത്ത് പഠിച്ച് മുസാനബിൻ്റെ വളരെ അടുത്ത ബന്ധുവായിരുന്നു. ആ നിലയ്ക്ക് മുസാനബിൻ്റെ കൂടെ നടന്ന് തൗറാത്ത് പഠിച്ച് അതനുസരിച്ച് നന്നായി ഇബാറത്ത് ചെയ്ത് ജീവിച്ചിരുന്നവന് അള്ളാഹു തആല ഒരു പരീക്ഷണാർത്ഥം സമ്പത്ത് കൊടുത്തു. ആ സമ്പത്തിൻ്റെ പേരിൽ അദ്ദേഹം ധിക്കാരിയും അഹങ്കാരിയുമായി മാറി എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നത്. ഖുർആനും അതിലേക്കുള്ള സൂചനയാണ്. എന്താണ്? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, ഖാറൂൻ മൂസാ നബിയുടെ ഖൗമിൽപ്പെട്ട ആളായിരുന്നു. ഫബഗാ അലൈഹിം, ബഗാ എന്ന് പറഞ്ഞാൽ അതിക്രമം കാണിച്ചു, അലൈഹിം അവരുടെ മേൽ, അതായത് അഹങ്കരിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. വ ആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകി, മിനൽ കുനൂസ്, കൻസുകളിൽ നിന്ന്, കൻസ് എന്ന് പറഞ്ഞാൽ നിധി, നിധിയിൽ നിന്ന് അവന് നാം നൽകി, മാ ഒരു പരിധി, ഇന്ന മഫാത്തിഹു, ആ നിധിയുടെ താക്കോലുകൾ, ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ, ശക്തന്മാരായിട്ടുള്ള ഒരു മഹാസംഘം ഭാരം വഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ താക്കോലുകൾ. അദ്ദേഹത്തിൻ്റെ ഖജനാവിൻ്റെ താക്കോലുകൾ തോല് ഉണ്ടാക്കിയതായിരുന്നുവെന്നും ആ തോല് കൊണ്ട് നിർമ്മിച്ച താക്കോലുകൾക്ക് ഉസ്ബത്ത് ഒരു സംഘം, ഉലിൽ കുവ്വത്തി നല്ല കരുത്തന്മാരായ ഒരു സംഘം താക്കോല് ഏറ്റാൻ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ആ ഖജനാവിൻ്റെ വലിപ്പം എത്രയായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ എന്ന തഫ്സീറുകൾ പറയുന്നത്. അതാ ആതൈനാഹു മിനൽ കുനൂസി, കൻസ് നിധികളിൽ നിന്ന് അദ്ദേഹത്തിന് നാം നൽകി, മാ ഇന്ന മഫാത്തിഹു ലതനൂഉ, അവൻ്റെ താക്കോലുകൾ ഭാരം വഹിക്കാവുന്നത്ര, ആ മാൻ്റെ അർത്ഥമാണ് ലതനൂഉ, ഭാരം വഹിക്കാവുന്നത്ര, നാഅയനൂ എന്ന് പറഞ്ഞ ഭാരമായി. ആർക്ക്? ബിൽ ഉസ്വത്തി, ഒരു സംഘത്തിന്, ഉലിൽ കുവ്വത്തി കരുത്തുള്ള ഒരു സംഘത്തിന് ഭാരം വഹിക്കാവുന്നത്ര താക്കോലുകൾ ഉണ്ടായി. ഇത് ഖാല ലഹു ഖൗമുഹു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനത, അതായത് ഇസ്രായേല്യർ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഫ്റഹ്, നീ ആഹ്ലാദിക്കരുത്, ഇത്ര അധികം ഖജനാവ് സ്വത്തുണ്ടായിട്ട് ലാ തഫ്റഹ്, നീ ആഹ്ലാദിക്കരുത് എന്ന് ഖൗമ് പറഞ്ഞു. എന്നിട്ട് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, ആഹ്ലാദിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് ആഹ്ലാദിക്കരുതെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അഹങ്കാര നിമിത്തം അത് സ്വീകരിച്ചില്ല എന്നാണ് ഉള്ളത്. ഇനി ബാക്കി ആയത്തെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു നമുക്ക് പരീക്ഷണമായിട്ട് പഠിപ്പിച്ചു തന്ന ആളുകളാണ് ഖാറൂന്, ഫിറഔന്, ഹാമാന് തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതുപോലെ വലീദ് ബിൻ മുഗീറ പോലെയുള്ള ആളുകളെ. അപ്പോൾ നമ്മളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വേണ്ട എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. പക്ഷേ സമ്പത്ത് അള്ളാഹുവിനെ മറന്ന് പരിധി വിട്ട് ആഹ്ലാദിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല എന്നാണ് അള്ളാഹു ഇതിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ അവൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.